ഹായ് എവ്രി വൺ, വെൽക്കം ടു ഫർസ ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് സ്പ്രൈറ്റിൻ്റെ ക്യാൻ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു സിസർ, ഒരു പേപ്പർ നൈഫ്, പിന്നെ കുറച്ച് സ്റ്റോൺസ്, അതുപോലെ തന്നെ ഒരു ഗ്ലൂ, പിന്നെ ഏതെങ്കിലും ഒരു ക്ലോത്ത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ക്യാനിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പേപ്പർ നൈഫ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പേപ്പർ നൈഫ് കൊണ്ട് ചെറിയൊരു ഹോൾ അവിടെ എടുത്തിട്ട് അതിന് ശേഷം സിസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അപ്പോൾ ഈ ഒരു ക്യാനിൻ്റെ അറ്റത്ത് കുറച്ചൊരു ഷാർപ്പായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് കൈ മുറിയാണ്ട് നോക്കുക. അങ്ങനെ നമ്മളിവിടെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നടുക്കുന്ന് നമ്മളൊന്ന് സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാണുന്ന രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മളിതുപോലെ അതിനെ നിവർത്തിയിട്ട് അതിൻ്റെ രണ്ടറ്റവും നല്ല വൃത്തിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രേസ്ലെറ്റിന് ആവശ്യമായ വീതിയിൽ അതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ടാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കാണുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് ബ്രേസ്ലെറ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വീതി കുറക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം കേട്ടോ. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഒരു വെൽവെറ്റ് ക്ലോത്ത് എടുത്തിട്ട് ഇതിനാവശ്യമായ രീതിയിൽ ആ ഒരു വെൽവെറ്റ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ക്ലോത്തിലേക്ക് നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ആ ഒരു ക്യാന് നമ്മൾ അതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ 4 സൈഡും നമ്മൾ മടക്കിയിട്ട് നന്നായി ഗ്ലൂ ചെയ്ത് ആദ്യം കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉൾഭാഗത്ത് അതുപോലെ വേറൊരു ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ അതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്തും പുറത്തുമൊക്കെ നമ്മൾ നല്ല വൃത്തിയിൽ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന സ്റ്റോൺസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏത് സ്റ്റോൺസ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റോൺസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഗ്ലൂ നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, ഏത് ഷേപ്പിലാണോ ഒട്ടിച്ചു കൊടുക്കേണ്ടത് ആ ഒരു രീതിയിൽ ഗ്ലൂ ചെയ്തിട്ട് അതിന് ശേഷം ഓരോ സ്റ്റോൺസ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എന്തായാലും വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹൂക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കൈവശം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാണ്ടിരുന്നത്. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ അത് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ക്യാനൊക്കെ വെറുതെ കളയുന്നതിന് പകരം ഇതുപോലൊരു ക്യൂട്ടായിട്ടുള്ള ബ്രേസ്ലെറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. സോ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.